വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ ആ മഹേന്ദ്രനെ കൊല്ലാൻ നോക്കി എന്നുള്ള ഒരു കേസാണെങ്കിൽ അവിടെ വീണ്ടും ഫയൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ സോമശേഖരനാണെങ്കിൽ ശിവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, ലോക്കപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സുസ്മിതയോട് പറഞ്ഞ പോലെ അവന് ഒരു ദിവസം എൻ്റെ ലോക്കപ്പിൽ കിട്ടിയാൽ അവൻ്റെ 6-ാം വരിക്ക് ഇടി കൊടുക്കുന്ന പോലെ ആ ഒരു നെഞ്ചത്ത് ചവിട്ടുന്ന സീന് നന്നായിട്ട് ഉപദ്രവിക്കുന്ന കാണിക്കുന്നുണ്ട്. എന്നിട്ട് സെല്ലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ശിവനാണെങ്കിൽ അടി കൊണ്ട് ആകെ ക്ഷീണിനെന്നോണം സെല്ലിലെ ആ കമ്പിയിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ കമലിന് അറിയുന്നുണ്ട്. കമലിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ സംഭവവും കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനി ചന്ദ്രയിൽ നിന്നാണോ അറിയുന്നത് എന്ന് കാണിക്കുന്നില്ല. കമലിനാണെങ്കിൽ ആദ്യം ശാലിനി ഫോൺ ചെയ്യുകയാണ്. ആ സോമശേഖരനാണെങ്കിൽ ശിവനാശാൻ ഒരു കള്ളക്കേസിൽ കുടുക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഏതോ ഒരു ഡോക്ടറെ അടുത്തോ ആ ഒരു സൂപ്രണ്ടിൻ്റെ അടുത്തോ ഇരിക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. കേട്ട് ശാലിനി ഇങ്ങനെ ആ ഫോണും കൊണ്ടങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ശാലിനി ചെല്ലുന്നുണ്ട്. ആ ഒരു കമലം പറയുന്നുണ്ട് ആ വർക്ക്ഷോപ്പിൽ സഞ്ജയോ ആണ് ഇങ്ങനെ ഒരു കള്ളമൊഴി കൊടുത്തത് എന്നുള്ളത് പറയുന്നുണ്ട്. അതനുസരിച്ച് ശാലിനിയാണെങ്കിൽ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം കമലിന് അവിടെ ശാലിനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശാലിനി ഇങ്ങനെ ഓട്ടോയിലാണ് അവിടെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നത്. ചെന്ന് പാടെ കമലിന് ഈ ശാലിനിയാണെങ്കിൽ ഈ സഞ്ജയുടെ അത് സജീവിൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഞാൻ എന്താ വേണ്ടത് മാഡം എന്നിങ്ങനെ സംഭവം ഒന്ന് മനസ്സിലായി ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞൊരു കള്ളസാക്ഷി മൊഴി അതൊന്ന് തിരുത്തി പറയണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ കമലിനും കൂടി ആകുമ്പോൾ ഒരു കളക്ടർ വന്നിങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ അവിടെ സജീവമാണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് അവരോടൊപ്പമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അന്നേരം ശിവനെ അവിടെ ഇങ്ങനെ സെല്ലിൽ അടച്ചിരിക്കുകയാണ്. ശിവനിങ്ങനെ ആ ക്ഷീണിതനായിട്ട് ഇങ്ങനെ കമ്പി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ശാലിനി ഈ സജീവനെയും കൊണ്ടാണ് ചെയ്യുന്നത്. വർക്ക്ഷോപ്പിലെ സജീവനെയും കൊണ്ടാണ് ചെല്ലുന്നത്. അന്നേരം റസാഖും ഉണ്ട്, സോമശേഖരനും ഉണ്ട്. രണ്ടുപേരും ശാലിനിയെ കണ്ടിടനെ അങ്ങോട്ട് എണീച്ച് സാല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ശാലിനിയെ കസേരയിലേക്ക് ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ സഞ്ജയോട് പറയുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുക ഏമാൻ്റെ മുഖത്ത് നോക്കി ഏമാന്മാരൊന്ന് കേൾക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഈ സജീവാണെങ്കിൽ ആ ഉണ്ടായ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഈ സോമശേഖരൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കള്ളസാക്ഷി മൊഴി അവിടെ കൊടുത്തത്, ശിവനെ കൊടുക്കാൻ വേണ്ടിയാണ് കൊടുത്തത്, ഞാൻ കണ്ട കാര്യങ്ങളൊന്നും അല്ല, ഇങ്ങനെ പണം ഓഫർ ചെയ്തിട്ടാണ് എന്നുള്ളത് അവിടെ പറയുകയാണ്. അന്നേരം റസാഖിന് ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. നേരത്തെ ഇങ്ങനെ ഒരു സംഭവം സോമശേഖരൻ മുമ്പ് ഒരിക്കലും ശിവനെ കൊണ്ടുവന്നിട്ട് ശാലിനി വന്ന് ഇറക്കി കൊണ്ടുപോയല്ല വീഡിയോയുടെ കേസിൽ, അതേപോലെ ഇങ്ങനെ അപമാനിതനായിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട് റിലീസ് ചെയ്യാനായിട്ട്. അന്നേരം സോമശേഖരനോട് പറയുന്നുണ്ട് താനല്ലേ ഇത്രയും കാണിച്ചു വെച്ചത്, അപ്പോൾ താൻ തന്നെ ശിവനെ റിലീസ് ചെയ്താൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും ആകെ മാനം കെട്ട് ഇങ്ങനെ നാണക്കേടായിട്ട് സോമശേഖരൻ നിൽക്കുകയാണ്. ശിവനിങ്ങനെ ആ കമ്പി പിടിച്ച് ആകെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുകയാണ് സോമശേഖരൻ. പക്ഷേ ശാലിനി വരുമ്പോൾ ശിവനാകപ്പാടെ പ്രതീക്ഷ വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു കമ്മിങ് സൂൺ പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും ശിവനെ രക്ഷിക്കാനായിട്ട് സ്ത്രീശക്തിയായിട്ട് കളക്ടർ ശാലിനി എന്നൊക്കെ ഒരു ഹൈലൈറ്റായി കൊടുത്താണ് ഈ പ്രൊമോ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു രാഘവൻ നായരുടെ ആ മരുന്നിൻ്റെ കാര്യത്തിലൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ശിവനെ വിളിക്കുമായിരിക്കും, ശിവൻ കണ്ടെത്തി കൊടുക്കുമായിരിക്കും. ബാക്കിയുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.